ഇവിടെ എൻ്റെ വാക്കുകൾ അല്പം വ്യത്യസ്തമാകുമോ എന്നുള്ള ഭയം എനിക്കുണ്ട്. എങ്കിലും പറയാതിരിക്കാൻ തരമില്ല. നമ്മുടെ രാജ്യത്ത് ഭരണഘടനയും ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജനാധിപത്യവും നിലനിൽക്കുന്നെങ്കിൽ അതിൽ ഭരണഘടനയ്ക്ക് അതിൻ്റെതായ പങ്കുണ്ട്. സംഭാവന ചെയ്തവർക്കും അവരുടേതായ ആദരവ് നാം കൊടുക്കുകയും വേണം. പക്ഷെ അതിനൊക്കെ അപ്പുറം ഭാരതത്തിൻ്റെ ജനാധിപത്യത്തെ ഭരണഘടന വെല്ലുവിളിക്കപ്പെട്ടപ്പോൾ പോലും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്ത ജനങ്ങളെ മറക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്തേക്കാണ്. ഇന്ന് ഉപരാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആ ജൂൺ 26 പരാമർശിക്കുകയുണ്ടായി. ആ അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങളിൽ ജീവൻ കൊടുത്തും ഭരണഘടനയെ സംരക്ഷിച്ചവർക്കാണ് പ്രധാനമായും ആദരവ് തീർച്ചയായും കൊടുക്കേണ്ടത്. മറ്റൊരു കാര്യം, മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വേണം കാണുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയെയും. ബഹുമാൻ സാർ പറഞ്ഞത് ശരിയാണ്. സോഷ്യലിസവും സെക്യുലറിസവും അവിടെയൊക്കെ ഇരിക്കുന്നതിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷേ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഇന്നലെ ഒരു ഓപ്ഷൻ തന്നിരിക്കുകയാണ്. മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് പ്രിയാമ്പിളിലും ഭേദഗതി ആകാം എന്നൊരു റീഡിങ് ആ ജഡ്ജ്മെന്റിനെ കുറിച്ച് ഉണ്ടായാൽ കുറ്റം പറയാൻ പറ്റില്ല. അടുത്തൊരു കാര്യം, ഞാൻ വരുന്നത് അല്പം വേഗത്തിൽ പോവുകയാണ്. ഭരണഘടന ലോകത്തിന് മാതൃകയാവണമെന്ന് ലക്ഷ്മി പറഞ്ഞത് ശരിയാണ്. മാതൃകയാകണം. അങ്ങനെ ആവണമെങ്കിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും അധികം പേജുകളുള്ള ഭരണഘടനയിൽ ഒരു പ്രധാനമന്ത്രി മരിച്ചാൽ, രാജിവെച്ചാൽ, അല്ലെങ്കിൽ പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എങ്ങനെയാണ് പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്തുന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അവിടെ സൈലൻ്റാണ്. ആ സൈലൻസിനെ മറികടക്കാൻ വേണ്ടി നെഹ്റു മരിച്ചപ്പം ഡോക്ടർ രാധാകൃഷ്ണൻ സീനിയർ മോസ്റ്റ് മന്ത്രിയായിരുന്ന ഹോം മിനിസ്റ്റർ ഗുൽസാർലാൽ നന്ദയെ ഇന്ററിം പ്രൈം മിനിസ്റ്ററാക്കി. ഭരണകക്ഷിയുടെ പാർലമെന്ററി പാർട്ടി കൂടി പുതിയ ആളെ ഇലക്ട് ചെയ്തു. അത് തന്നെ അദ്ദേഹം ശാസ്ത്രി മരിച്ചപ്പോഴും ആവർത്തിച്ചു. ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചു, ഗുൽസാർലാൽ നന്ദയെ തന്നെ വീണ്ടും ഇന്ററിം പ്രൈം മിനിസ്റ്ററാക്കി. എന്നാൽ അതിനുശേഷം ഇന്ദിരാഗാന്ധി പാർട്ടി ഇലക്ട് ചെയ്ത പ്രധാനമന്ത്രിയായി. എന്നാൽ ആ കീഴ്വഴക്കത്തെ പോലെ ലംഘിച്ചുകൊണ്ട് 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പം ഇന്ദിരയുടെ മകൻ രാജീവ് ഈ പറഞ്ഞ കീഴ്വഴക്കങ്ങളെ ഒന്നും ഫോളോ ചെയ്യാതെ അമ്മയുടെ ശവശരീരം അഗ്നിക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ചാടിക്കേറി പ്രധാനമന്ത്രിയാവുമായിരുന്നു. അത് ഭാവിയിൽ ഒരു ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് കൃത്യമായും ഒരു പ്രധാനമന്ത്രി എങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നതിനെ കുറിച്ച് കൃത്യമായ വ്യവസ്ഥ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ അവിടെ പാർലമെന്റ് അംഗങ്ങൾ ഉപരിയിൽ ഇലക്ട് ചെയ്യുകയാണ്. പ്രസിഡന്റിന്റെ റോള് വളരെ കുറവാണ്. പ്രസിഡന്റിന് ഒരാൾക്ക് ഭൂരിപക്ഷം ഉണ്ടെന്ന ധാരണയിൽ അങ്ങനെ പ്രധാനമന്ത്രിയാക്കിയിട്ട് ഭൂരിപക്ഷം തെളിയിക്കേണ്ട ബാധ്യതയൊന്നുമല്ല. തെരഞ്ഞെടുക്കപ്പെട്ട സഭ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെ ഒഴിവിന് ശേഷം കൂടുന്ന സഭ പ്രധാനമന്ത്രിയെ ഇലക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു സംവിധാനം തന്നെ ഭാരതത്തിൽ വരണം. ഡീറ്റെയിൽ ആയിട്ട് അക്കാര്യം പറയാൻ സമയമില്ല. അടുത്തൊരു വിഷയം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അത് ഭാരതത്തിൽ അനിവാര്യമായി ഉണ്ടാവുന്ന മാറ്റമാണ്. അടുത്തൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ പൗരനെയും ബാധിക്കുന്ന കാര്യം, ഇന്ന് ആധാർ കാർഡുണ്ട്. എല്ലാ പൗരന്മാർക്കും ആധാർ കാർഡുണ്ട്. ആധാർ കാർഡിൽ 18 വയസ്സ് കഴിഞ്ഞ എല്ലാ വ്യക്തികൾക്കും വോട്ടവകാശം ഉണ്ടാവണം. പാർലമെന്റിലേക്കും പഞ്ചായത്തിലേക്കും അസംബ്ലിയിലേക്കും ഓരോ ആവശ്യത്തിനും വേണ്ടി വേറെ വേറെ പുറകെ ചെന്ന് വോട്ടർഷിപ്പ് പേര് ചേർക്കുന്ന സമ്പ്രദായം നിൽക്കണം. മൗലിക അവകാശമാകണം വോട്ടിംഗ് റൈറ്റ്. 18 വയസ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആവണം. എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ വോട്ടവകാശം ഉണ്ടായിരിക്കണം. അവിടുന്ന് താമസം മാറിപ്പോവുകയാണെങ്കിൽ ആ ആൾക്ക് റിക്വസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് ഒബ്ജക്റ്റ് ചെയ്യാം.
അതുകൊണ്ട് അവിടെ ഒരു അവസ്ഥ ഉണ്ടാവണം. മറ്റൊരു കാര്യം, പ്രധാനമന്ത്രിയുടെ എത്ര തവണ എന്നുള്ളത് നിജപ്പെടുത്തണം. നരേന്ദ്രമോദിയാണെങ്കിലും ആരാണെങ്കിലും 2 തവണയിൽ കൂടുതൽ ഒരാൾ പ്രധാനമന്ത്രി ഇരിക്കാൻ പാടില്ല എന്ന അമേരിക്കയിലെ ആ സംവിധാനം. അമേരിക്കയിൽ നമുക്കറിയാം, അമേരിക്കയിൽ 2ാം ലോക മഹായുദ്ധകാലത്ത്, ഗ്രേറ്റ് ഡിപ്രഷൻ്റെ കാലത്ത് 3 ടൈം ഒരു പ്രസിഡന്റ് കണ്ടിന്യൂ ചെയ്ത സാഹചര്യത്തിലാണ് അദ്ദേഹം വീണ്ടും വരാൻ പോകുന്ന അന്തരീക്ഷം വന്നപ്പോഴാണ് അമേരിക്കൻ ഭരണകൂടം, അമേരിക്കൻ വ്യവസ്ഥ 2 തവണയായിട്ട് കുറച്ചത്. അതിനു മുമ്പ് ജോർജ് വാഷിങ്ടണ് ആദ്യത്തെ പ്രസിഡന്റിന് ഓഫർ കിട്ടിയിട്ട് പോലും ഞാൻ 3ാമതില്ല എന്ന് പറഞ്ഞു. നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയിൽ 2 തവണ ഇരുന്ന് കഴിഞ്ഞപ്പം വോളണ്ടറി ചെയ്ത് പുറത്തുപോയി, ഇനി വേണ്ടെന്ന് പറഞ്ഞു. ദൗർഭാഗ്യവശാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനോ ഇന്ദിരാഗാന്ധിക്കോ ഒന്നും ഒരിക്കലും തോന്നിയിട്ടില്ല ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് അതിനപ്പുറം വേണ്ടെന്ന്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട മെറിറ്റോറിയസ് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. വിശദമായി ചർച്ച ചെയ്യാൻ സമയമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. അത് മറ്റൊന്നുമല്ല, ഭരണഘടന സെക്യുലറിസം ഒക്കെ എടുത്തു പറയുന്നു. അങ്ങനെ പറയുമ്പം വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയും സെക്യുലറൈസ് ചെയ്യണം. സാധാരണ വിദ്യാഭ്യാസം അതിന് ഒരു സമുദായത്തിനും പ്രത്യേകിച്ച് ഒരവകാശവും ആവശ്യമില്ല. സൺഡേ സ്കൂൾ നടത്താനോ ഗീതാ ക്ലാസ് നടത്താനോ മദ്രസ നടത്താനോ സ്വാതന്ത്ര്യമാവട്ടെ. സാധാരണ വിദ്യാഭ്യാസമുള്ള കോളേജുകളും സ്കൂളുകളും നടത്തുന്നതിന് പ്രത്യേക മതവിഭാഗങ്ങൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തിട്ടുള്ള അവകാശം ഭാരതത്തിൽ അവസാനിക്കണം. അതുപോലെ വഖഫിനെ കുറിച്ചൊക്കെ പലതും പറയാനുണ്ട്. അവിടെ ഞാൻ കടക്കുന്നില്ല.